ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. അപ്പം നമ്മളിന്ന് വന്നേക്കുന്ന ഒരു സിലബസ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. ട്രേഡ്സ്മാൻ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതിൻ്റെ സിലബസ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇത് പിന്നെ ഒരു 2 മാസമായി കാണുമായിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അതിൻ്റെ എക്സാം ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. മെയ്യിലായിരുന്നു എക്സാം ഷെഡ്യൂൾ. മെയ് ജൂൺ ജൂലൈ സ്ലോട്ടിലായിരുന്നു എക്സാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. മെയ് 13 മെയ് 13 മൺഡേ അന്നാണ് ഈ എക്സാം വെച്ചേക്കുന്നത്. ഓക്കെ, 426/2023 ആണ് കാറ്റഗറി നമ്പർ. ഇപ്പം അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് 21/2 മുതൽ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഒരുപാട് താമസിക്കരുത്. മാർച്ച് 11 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. അതിനു മുമ്പ് കൺഫർമേഷൻ കൊടുക്കണം. PSCയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെയ് മാസത്തെ കലണ്ടറിനകത്ത് കാണാൻ പറ്റും. സൈഡിൽ അല്ലാതുള്ള PDF ആയിട്ടുള്ള സിലബസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കാണിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 6801 ആൾക്കാരാണ്, 6801 ഇത്ര ആൾക്കാരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പം 6801 ആൾക്കാരാണ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം കൺഫർമേഷൻ എല്ലാവരും കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർ ചിലപ്പോൾ കൊടുക്കത്തില്ലായിരിക്കാം. എന്നാലും നമുക്ക് ഇത്രയും മാക്സിമം എന്തായാലും ഇത്രയും ആൾക്കാരാണ് ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി സാധാരണ ഒരു PSCയെ സംബന്ധിച്ചിടത്തോളം 20,000 അല്ലെങ്കിൽ 30,000 അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെയാണ് അല്ലേ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു നമ്പറല്ലേ 6000 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിലുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾക്കാർക്ക് അവരുടെ ഫീൽഡിൽ തന്നെ ജോലി വേണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ കാണും. അങ്ങനെയുള്ളവർ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു എക്സാം തന്നെയാണ് ട്രേഡ്സ്മാൻ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ചും ഈ സിലബസിനകത്ത് 10 മൊഡ്യൂൾസാണ് ഉള്ളത്. 10 മാർക്ക് വെച്ചിട്ട് എല്ലാ മൊഡ്യൂളിനും ഒരേ വെയിറ്റേജ് വെച്ചിട്ട് 10 മാർക്ക് വെച്ചിട്ട് 10 മൊഡ്യൂളുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറാണ്. ഇതിനകത്ത് ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ചും സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് രണ്ടിനെയും കുറിച്ച് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ. രണ്ട് പോർഷനെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് പെരിഫറൽസ്, ഇന്റേണൽ കമ്പോണൻസ്, ഒരു ഡെസ്ക്ടോപ്പിന്റെ പെരിഫറലുകൾ, ഇന്റേണൽ കമ്പോണന്റുകൾ, അതുപോലെ തന്നെ മദർ ബോർഡിന്റെ ഫംഗ്ഷനുകൾ, പ്രോസസ്സേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, അതിന്റെ യൂസ്, അതിന്റെ ഫങ്ഷൻസ്. അപ്പം പ്രത്യേകിച്ച് നാട് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് കൺസെപ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പം ബോത്ത് കാര്യങ്ങളും പറയുന്നുണ്ട്. ഹാർഡ്വെയറിനെ കുറിച്ചും പറയുന്നുണ്ട്, സോഫ്റ്റ്വെയറിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ ഒരു മൊഡ്യൂളാണ് ഇത്. അപ്പം ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു മൊഡ്യൂളാണിത്. അപ്പം അതിനകത്ത് തന്നെ സോഫ്റ്റ്വെയർ സെക്ഷനിലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അതിനകത്തുള്ള ഷോർട്ട് കട്ടുകൾ, കമാൻഡ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ സെക്ഷൻ ഒന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറികളെ കുറിച്ച് പറയുന്നുണ്ട്. മെമ്മറീസ്, അത് കൂടാതെ ബേസിക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ഹാർഡ്വെയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ ആന്റി വൈറസ് സോഫ്റ്റ്വെയറിന്റെ യൂസേജ് എങ്ങനെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻ, ആ കാര്യങ്ങളുമാണ് പിന്നെ പറയുന്ന ഒരു സെക്ഷൻ. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കിയല്ലോ, വിൻഡോസ് OS. അതുപോലെ തന്നെ അടുത്ത ഡോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണലും ആയിട്ടുള്ള കമാൻഡ്സ്. ഓക്കെ, ബേസിക് ഡോസിന്റെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള കമാൻഡ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വിൻഡോസ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. അപ്പോൾ ലിനക്സിന്റെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതായത് അതിന്റെ സ്ട്രക്ചർ, ഫയൽസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് കമാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10 മാർക്കാണ് ഈ മൊഡ്യൂളിന്റെ വെയിറ്റേജ്. അപ്പം ഈ മൊഡ്യൂളിന്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളും ഹാർഡ്വെയർ കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അതിന്റെ മെമ്മറി ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണെങ്കിലോ പെരിഫറൽ ഡിവൈസുകളാണെങ്കിലോ അതിന്റെ വർക്കിംഗ്, അതുപോലെ തന്നെ അതിന്റെ സോഫ്റ്റ്വെയർ പോർഷൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള വിൻഡോസ് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ലിനക്സ് മനസ്സിലാക്കണം, പിന്നെ അതിന്റെ കമാൻഡ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം. അതുപോലെ തന്നെ പിന്നുള്ള കാര്യമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, അതിനെക്കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 10 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത്
യൂസിങ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ള മൊഡ്യൂളാണ്. അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് ഓഫീസ് സ്യൂട്ടിനകത്തുള്ളതാണല്ലോ വേർഡ്, പവർ പോയിന്റ്, എക്സൽ, ഇതൊക്കെ. അതിനകത്ത് വേർഡ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു സിലബസ് ആണ് തന്നിരിക്കുന്നത്. അതായത് വേരിയസ് ആപ്ലിക്കേഷൻസ്, മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്തുള്ള വേരിയസ് ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ നമുക്ക് പഠിക്കുക. അങ്ങനെയുള്ള കാര്യം അത് കണക്കിന് ഓഫീസ് ബട്ടനും ടൂൾ ബാറും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേർഡിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസാണ്. റിബണ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഓഫീസ് ബട്ടൺ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ടൂൾ ബാറുകൾ അല്ലെങ്കിൽ മെനൂസുകൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ വേർഡ് നമ്മൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യും, സേവ് ചെയ്യും, ഫോർമാറ്റ് ചെയ്യുകയും പ്രിന്റ് ചെയ്യുകയൊക്കെ വേണ്ടത്. ആ വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ആ വേർഡിന് നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്, അതിനെപ്പറ്റി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. പിന്നെ വർക്കിംഗ് വിത്ത് ഒബ്ജക്ട്സ്, മാക്രോ, മെയിൽ മെർജ്, ടെംപ്ലേറ്റ്സ് ആൻഡ് അതർ ടൂൾസ് ഇൻ വേർഡ്. അതായത് ഇതിനകത്തുള്ള കുറച്ച് ടൂൾസുകളാണിത്. ഓക്കെ, ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒബ്ജക്റ്റ്, മാക്രോള്, മെയിൽ മെർജ് എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമേജുകളെ, അതായത് നമ്മളിപ്പം ഇമേജിനെ അല്ലെങ്കിൽ ഷേപ്പുകളെ അല്ലെങ്കിൽ സ്മാർട്ട് ആർട്ടിനെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിനെ, അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ് ടാസ്ക്, അങ്ങനെ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക, സ്ക്രിപ്റ്റ് ഒക്കെ റൈറ്റ് ചെയ്യുക, മാക്രോസ്, അതാണ് എക്സ്പ്ലനേഷൻ ഓഫ് മാക്രോസിൻ്റെ അടുത്തൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സിൻ്റെ കാര്യം പറയുമ്പം ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിസൈഡ് ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, ഓർ ഫോംസ് ഫോർ ക്രിയേറ്റിംഗ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള കണ്ടന്റുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോമായിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ്സിനെ കാണുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ടൂളുകളുണ്ട് വേർഡിൽ, മൈക്രോസോഫ്റ്റ് വേർഡിൽ. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. അപ്പം നമുക്ക് കാണുമ്പം നമ്മൾ ഈ CHMന്റെ സിലബസ് കണ്ടപ്പോൾ അതൊരു വലിയ സിലബസ് ആയിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പം വളരെ ഒരു 3 ലൈനോ അല്ലെങ്കിൽ 4 ലൈനിലോ ഉള്ളെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്താൽ എങ്കിൽ മാത്രമേ നമുക്ക് ഈ 10 മാർക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ വിചാരിക്കും മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്കൊക്കെ അറിയാവുന്നതാണ്, എന്നിരുന്നാലും അതിനുള്ള ഒരുപാട് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓർത്ത് വെച്ച് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു സിലബസിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു റാങ്ക് നമുക്ക് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോലി കരസ്ഥമാക്കാനോ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ ഒരു 4 ലൈനൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ഒരു ഗൈഡൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി എടുക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു തൊട്ട് മുന്നത്തെ മൊഡ്യൂൾ പോലെ തന്നെ ഈ മൊഡ്യൂളും 10 മാർക്ക് തന്നെയാണ് ഇതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ ഓഫീസ് സ്യൂട്ടിനകത്തുള്ള മറ്റുള്ളൊരു ആപ്ലിക്കേഷനാണ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത്, അല്ലേ? സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇതിനകത്ത് വേറൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഫീച്ചേഴ്സാണ് അവർ പറയുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പുകൾ, സെൽ റെഫറൻസിങ് ആൻഡ് ലിങ്കിങ് ഷീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ വേർഡ് നമുക്ക് ഡോക്യുമെന്റ്സിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആപ്ലിക്കേഷൻ ഫോർ ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് പ്രസന്റിങ് ഡേറ്റ. ഇതിനൊക്കെ ഒരു ഡേറ്റയെ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാനൊക്കെ തന്നെയാണ് നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ എക്സൽ എന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡേറ്റയെ സപ്പോർട്ട് ചെയ്യുന്ന എക്സലിൻ്റെ നമ്പറുകളുണ്ട്, ടെക്സ്റ്റുകളുണ്ട്, അല്ലേ? ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പം ഡേറ്റുകളുണ്ട്, ടൈമുണ്ട്, ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതുപോലെ അതാണ് ഈ ഡേറ്റ ടൈപ്സിനകത്ത് വരുന്നത്. സെൽ റെഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെല്ലിനകത്ത് ഫോർമുലാസും ഫങ്ഷൻസും ഒക്കെ വെച്ച് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതായത് റിലേറ്റീവ് മെത്തേഡ്, അബ്സല്യൂട്ട് മെത്തേഡ് എന്നൊക്കെ പറയും, മിക്സഡ് മെത്തേഡ് എന്നൊക്കെ പറയും. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു വേരിയസ് ഫങ്ഷൻസ് ഇൻ ഓൾ കാറ്റഗറീസ് ഓഫ് എക്സൽ, കൺസെപ്റ്റ് ഓഫ് സോർട്ടിംഗ്, ഫിൽറ്ററിംഗ് ആൻഡ് വാലിഡേറ്റിംഗ് ഡേറ്റ. അതായത് നമുക്കറിയാം നമുക്ക് കുറച്ച് ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സലിൽ വളരെ എളുപ്പം നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് സം കാണുക, അവറേജ് കാണുക, അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട് അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ,
അതാണ് വേരിയസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സം കാണുക, ആവറേജ് കാണുക, ഇഫ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, മാച്ച് ഉണ്ട്, ഓക്കെ, കോൺകാറ്റിനേറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസുകൾ നമ്മുടെ എക്സലിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കുക. അതുപോലെ തന്നെ ഡേറ്റയെ നല്ല രീതിയിൽ സോർട്ട് ചെയ്യുക. അതായത് ഒരു മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വെച്ച് ചിലപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാക്കുക, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഓർഡറിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കൊടുത്ത ഈ ഒരു അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെച്ച് നമ്മൾ സോർട്ട് ചെയ്തല്ലോ, ആ സോർട്ട് ചെയ്ത ക്രൈറ്റീരിയ വെച്ചിട്ട് ഡേറ്റയെ ഫിൽറ്റർ ചെയ്ത് നമ്മളെ കാണിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫിൽറ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഡേറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ, ചാർട്ട് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടേബിളുകൾ, അല്ലെങ്കിൽ പിവോട്ട് ടേബിൾസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാമാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. അപ്പോൾ 10 മാർക്കിൻ്റെ മൊഡ്യൂൾ ആകുമ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും അല്ലേ. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ മൊഡ്യൂളും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പോകണം. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു പെട്ടെന്ന് നമ്മളൊരു ഈ ഒരു 3-4 ലൈൻസ് കണ്ടുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ സിലബസ് എന്ന് ചിന്തിക്കുന്നത് അതൊരു ഇതാണ്. അപ്പം നമുക്ക് ഈ ഒരു സിലബസ് നല്ലതായിട്ട് മനസ്സിലാക്കി നമ്മൾ നല്ല രീതിയിൽ ഇതിനകത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റാങ്ക് നമുക്ക് കിട്ടും. അടുത്ത ഒരു മൊഡ്യൂളാണ്, അടുത്ത 10 മാർക്കിന്റെ മൊഡ്യൂളാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ളത്. അതായത് പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ, നമ്മളൊക്കെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലും പവർ പോയിന്റിലാണ് അല്ലേ. അപ്പം അതിനകത്ത് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ ഇമേജ് എഡിറ്റിംഗ് ആണ്. ഇമേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇമേജിനെ ക്രോപ്പ് ചെയ്യുക, റീസൈസ് ചെയ്യുക, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുക, കുറയ്ക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണ് നമുക്ക് പവർ പോയിന്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു പ്രോപ്പർട്ടീസ് ആൻഡ് എഡിറ്റിംഗ് ഓഫ് ഇമേജ്, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ് അല്ലേ, ഒരു ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ അതിന്റെ എഡിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ പറഞ്ഞ കണക്ക് റീസൈസ് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കളർ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇതാണ് അവർ പറയുക ഇൻട്രൊഡക്ഷൻ ടു ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഓഫ് ഇമേജസ് ആൻഡ് ദെയർ യൂസേജ്. പല ഫോർമാറ്റ്സിലുള്ള ഇമേജുകൾ നമുക്കറിയാം അല്ലേ. അതായത് JPEG അറിയാം, PNG അറിയാം, TIFF അറിയാം, BMP അറിയാം, ഇങ്ങനെയുള്ള പല ഫോർമാറ്റുകൾ അറിയാം ഇമേജിന്റെ. അപ്പൊ അതും അതിന്റെ ഉപയോഗങ്ങളുമാണ്. പലതിനും എന്തോ അഡ്വാൻറ്റേജുകളും കാണും, പല ഫോർമാറ്റുകൾക്ക് അഡ്വാൻറ്റേജുകൾ കാണും, ചിലതിന് ഡിസഡ്വാൻറ്റേജ് കാണും. അതായത് കംപ്രസ് ഒക്കെ ചെയ്യുമ്പം അതിന്റെ, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്യുന്ന ചില ഫോർമാറ്റുകൾ കാണും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ യൂസേജുകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്, അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ, എന്തൊക്കെയാണ് ഈ പവർ പോയിന്റിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്, അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തൊക്കെ പ്രയോജനങ്ങൾ നമുക്ക് പവർ പോയിന്റ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് പവർ പോയിന്റിനുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് റേഞ്ച് ഓഫ് ഡിസൈൻ ടെംപ്ലേറ്റ്സുകൾ ഉണ്ട് ഈ പവർ പോയിന്റിനകത്ത്. അങ്ങനെയൊക്കെയുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പിന്നെ എങ്ങനെ നമുക്ക് ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓക്കെ, എങ്ങനെയാണ് അതിന്, എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് എന്തൊക്കെയാണ് ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ആ കാര്യങ്ങൾ പഠിക്കുക. എന്തായാലും നമ്മളൊരു പവർ പോയിന്റ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്താലല്ലേ നമുക്കത് വേറൊരു വ്യൂവറിനെ അത് കാണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെ നമുക്കൊരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഫൈനായിട്ട് നമുക്കൊരു പ്രസന്റേഷൻ, ഒരു നല്ലൊരു പ്രസന്റേഷൻ ടെക്നിക്കിലോട്ട്, ഗുഡ് പ്രസന്റേഷൻ ടെക്നിക്കിലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കൊരു ഗുഡ് പ്രസന്റേഷൻ ടെക്നിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഒരു നല്ലൊരു കളർ കൊടുക്കുക, കളർ സ്കീം കൊടുക്കുക അല്ലേ, ഒരു നല്ലൊരു വിഷ്വൽ ഒരു ട്രീറ്റ് കൊടുക്കുക അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഡള്ളൊരു ഇമേജിനെ നമ്മൾ നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇമേജിനെ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗുഡ് പ്രസന്റേഷൻ ആക്കാനുള്ള അങ്ങനെയുള്ള ചില ടെക്നിക്സ് ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് ഒരു സ്ലൈഡിന്റെ ടൈമിങ്, അതുപോലെ തന്നെ ഓഡിയൻസിന് കോൺഫിഡൻസ് ഓഡിയൻസിന് വളരെ നല്ല രീതിയിൽ അതിനെ ഇഷ്ടപ്പെടണം അല്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഗുഡ് പ്രസന്റേഷൻ ഉണ്ടാക്കാം, ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്ത മൊഡ്യൂളാണ് ഡേറ്റാബേസ് കൺസെപ്റ്റ്സ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത
പോർഷനാണ് ഡേറ്റാബേസ് കൺസെപ്റ്റ്സ് അല്ലേ. അത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അതെന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വളരെ കുഞ്ഞായിട്ട് ചെറുതായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് പ്രത്യേകത. ഡേറ്റാബേസ് കൺസെപ്റ്റ്സിനകത്ത് DBMSന്റെ കൺസെപ്റ്റ് എന്താ, റിലേഷണൽ ഡേറ്റാബേസ് RDBMS എന്താണ്, ഡേറ്റ മോഡലുകൾ എന്താണ്, ഓക്കെ, അതായത് റിലേഷണൽ മോഡലുണ്ട്, നെറ്റ്വർക്ക് മോഡലുണ്ട്, ഹൈറാർക്കിയൽ മോഡലുണ്ട്, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ഡേറ്റാബേസിന്റെ കൺസെപ്റ്റ് അല്ലേ, എന്തൊക്കെ കൺസെപ്റ്റ് ആണ് ഡേറ്റാബേസിനുള്ളത്, ഡേറ്റാബേസിന്റെ യൂസേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഡേറ്റാബേസിന്റെ യൂസേഴ്സ്, ഡേറ്റാബേസിന്റെ സ്കീമ, അതായത് അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ റൂള്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോർമലൈസേഷൻ, ഓക്കെ, ഡേറ്റാബേസിനെ നോർമലൈസേഷൻ, ഡിസൈൻ ഡേറ്റാബേസ് യൂസിങ് നോർമലൈസേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ പല എക്സാമിന് പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എന്താ 1NF 2NF അല്ലെ, നോർമലൈസേഷൻ ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കേണ്ടത് വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ ഇന്റഗ്രിറ്റി ആണ്. അതായത് പ്രൈമറി കീ, തന്നെ എൻഫോഴ്സിങ് പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീ ഒക്കെ പറയുന്നുണ്ട്. അതായത് പ്രൈമറി കീ, ഫോറിൻ കീ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയാണ് എൻഫോഴ്സിങ് ഡേറ്റ ഇന്റഗ്രിറ്റി എങ്ങനെയാണ് ത്രൂ കൺസ്ട്രെയിൻസ് സച്ച് ആസ് പ്രൈമറി കീ, ഫോറിൻ കീ, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് DDL ലാംഗ്വേജ് അറിയാലോ അല്ലെ, DML, അതുപോലെ DCL, ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ, അതായത് ലാംഗ്വേജുകൾ, DDL ലാംഗ്വേജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പ്രത്യേകിച്ചും പറയുന്നത്. നമുക്കറിയാം, ഓക്കെ, DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം അല്ലേ. DML എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജും, DCL എന്ന് വെച്ചാൽ അതിന്റെ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജും. ഇതിനകത്തൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് DML വരുന്ന സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, അങ്ങനെയൊക്കെയുള്ള ഡിലീറ്റ്, അങ്ങനെയുള്ള ക്വറീസ്. അതാണ് ഇവിടെ താഴെ SQL ക്വറീസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, സബ് ക്വറീസ്. ഓക്കെ, സബ് ക്വറീസ് എന്ന് അവർ പറയുന്നത് അതാണ്, SQL ക്വറീസ്, സബ് ക്വറീസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ DML-ലുള്ള കാര്യങ്ങൾ, അങ്ങനെ. അതുപോലെ തന്നെ DCL, അതായത് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്, അതിനകത്തൊക്കെ പല ക്വറികളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ല, ട്രാൻസാക്ഷൻസ്, എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസാ, ഈ ആസിഡ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതായത് അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി, ഈ ആസിഡ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തിനാണ് നമ്മൾ ഈ ആസിഡ് പ്രോപ്പർട്ടി, എന്തുകൊണ്ടാണ് നമ്മൾ ആസിഡ് പ്രോപ്പർട്ടി വേണമെന്ന് പറയുന്ന കാരണം, ഓക്കെ. അതുപോലെ തന്നെ ജോയിനിങ് ഓഫ് ടേബിൾസ്, ഒന്നിലധികം ടേബിൾസ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണല്ലോ നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ടേബിൾസിന്റെ ഒരു റിലേഷൻ ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം രണ്ട് ടേബിളുകൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസ് ഒക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ അതല്ലേ ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ ക്വറീസ് ലൈക്ക് സം, ആവറേജ്, മാക്സ്, മിൻ, കൗണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും അല്ലേ. ഈ ഫംഗ്ഷൻസ്, ഈ സം, ആവറേജ്, മാക്സ്, മിൻ, കൗണ്ട്, ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ആ ക്വറി, ഇതിന്റെയൊക്കെ ക്വറി എന്താണ്, സമ്മിന്റെ ക്വറി എന്താണ്, ഓക്കെ, അല്ലെ ആവറേജിന്റെ ക്വറി എന്താണ്, മാക്സ്, മിന്ന്, ഇതിന്റെയൊക്കെ ക്വറി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് ഇതൊക്കെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്കറിയാലോ, സം, ആവറേജ്. അപ്പം അതൊക്കെ കാൽക്കുലേറ്റിംഗ് സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടായിട്ടും ഡേറ്റാബേസ് കൺസെപ്റ്റ്സ് എന്നുള്ള ഈ ഒരു 10 മാർക്കിന് ഉദ്ദേശിക്കുന്നത്. നല്ലതുപോലെ പഠിക്കാനുണ്ട് അല്ലേ, നമുക്ക് പറഞ്ഞു വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം ഈ ഒരു മൊഡ്യൂളിൽ 10 മാർക്കും നമുക്ക് കിട്ടണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആവണം. അതായത് അടുത്ത മൊഡ്യൂളാണ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്, 10 മാർക്കിനുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നെറ്റ്വർക്കിംഗ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നോക്കുക. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നെറ്റ്വർക്സ് എന്താണെന്ന് അറിയാലോ, നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നെറ്റ്വർക്സ് എന്തായാലും വേണം. അതിൻ്റെ നെസസിറ്റി ഉണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജുകളുണ്ട്. അതുപോലെ തന്നെ ക്ലയന്റ് സെർവർ അല്ലെങ്കിൽ പിയർ ടു പിയർ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്. അപ്പം ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കുക, സെർവർ സർവീസ് നമുക്ക് തരിക, ഓക്കെ, അങ്ങനെയുള്ള രീതി. അതുപോലെ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് എന്താ ചെയ്യുന്നത്, നെറ്റ്വർക്കിംഗ് ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ റിസോഴ്സസ് ഡയറക്ട്ലി വിതൗട്ട് സെൻട്രലൈസ്ഡ് സെർവേഴ്സ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ പ്രോക്സി സെർവർ എന്നുള്ള കൺസെപ്റ്റും പ്രോക്സി ഫയർവാൾ സെർവർ എന്നുള്ള കൺസെപ്റ്റും DHCP സെർവറിന്റെ കൺസെപ്റ്റും. അതായത് പ്രോക്സി സെർവറിന്റെ കാര്യം നമുക്കറിയാമായിരുന്നല്ലോ, അതായത് നമ്മൾ പഠിക്കും. അതായത് ഒരു ക്ലയന്റിന്റെ സെർവറിന്റെ ഇടയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ അല്ലേ, എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്തിട്ട് അത് ഫിൽറ്റർ ചെയ്ത് റിക്വസ്റ്റ് കുറച്ചുകൂടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള. അതുപോലെ തന്നെ
പ്രോക്സി ഫയർവാളും ഉണ്ട് അല്ലേ. അതെന്ത് ചെയ്യുന്നത്, പ്രോക്സി ഫംഗ്ഷൻസിനെയൊക്കെ എന്തോ കമ്പൈൻ ചെയ്തിട്ട് അല്ലേ വിത്ത് ഫയർവാൾ കേപ്പബിലിറ്റീസ് ഇന്നേയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സെക്യൂർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ DHCP എന്നുള്ള കൺസെപ്റ്റ്, അതായത് എന്താ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. അത് ഡൈനാമിക്കലി എന്താ IP അഡ്രസ് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. പിന്നെ നെറ്റ്വർക്ക് ടോപ്പോളജിയിലോട്ട് പോയിട്ടുണ്ട്. ലാനും വാനും മാനും അത് നമുക്കറിയാലോ അല്ലേ. ലോക്കൽ ഏരിയയും വൈഡ് ഏരിയയും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ അതിന്റെ എത്ര സ്ഥലം കവർ ചെയ്യുന്നുണ്ട്, എത്ര മീറ്റർ ഡിസ്റ്റൻസിൽ അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്കിലുള്ള കമ്പോണന്റുകൾ, മോഡം, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതൊക്കെ ഏത് നെറ്റ്വർക്ക് ലെയറിലാണ് ഇതൊക്കെ ഈ ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ ഉപയോഗം എന്താണ്, ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താണ്, റൗട്ടർ എന്താണ്, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്താണ്. ഓക്കെ, അപ്പൊ എത്ര ഡിവൈസുകൾ തമ്മിലാണ് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നെറ്റ്വർക്കിന്റെ കേബിളുകൾ, സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ കേബിൾസ് എന്ന് പറഞ്ഞാൽ കാണിച്ചെങ്കിൽ അത്രയും ഒരു പോയിന്റ് നമ്മൾ അവിടെ കാണിക്കുന്നുള്ളൂ. ബട്ട് കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാസ്റ്റ് സിലബസ് അല്ലേ. എന്തൊക്കെ കേബിൾസ് അല്ലെ, ട്വിസ്റ്റഡ് പെയർ, കോആക്സിൽ, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ഇതാണ് എങ്ങനെ അല്ലേ കേബിളുകൾ എന്ന് പറയുമ്പോൾ. വയർ ഈതർനെറ്റ് ഉണ്ട്, ഫൈബർ ഒപ്റ്റിക്സ് ഉണ്ട്, വയർലെസ്സും ഉണ്ട്, വയേർഡും ഉണ്ട് അല്ലേ. അതിന്റെ യൂസേജുകൾ, ഇപ്പോൾ വയർലെസ് നെറ്റ്വർക്ക്സ്, പിന്നെ ബ്ലൂടൂത്ത് ടെക്നോളജി എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ISO/ISIന്റെ 7 ലെയർ മോഡൽ, അതായത് ISO/ISI റെഫറൻസ് മോഡൽ നമുക്ക് അറിയാലോ, അതിന് 7 ലെയറുകൾ. അപ്പൊ 7 ലെയറുകളാകുമ്പോൾ അതിനകത്ത് 7 ലെയറിന്റെ കാര്യങ്ങൾ ഏതൊക്കെ ഡിവൈസുകളാണ് ഏതൊക്കെ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ലെയറിനാണ് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്, എൻക്രിപ്ഷൻ ആരാ ചെയ്യുന്നത്, ഓക്കെ, അല്ലെ ഫ്രെയിമിങ് ആരാ ചെയ്യുന്നത്, മനസ്സിലായോ, അല്ലെ എൻകാപ്സുലേഷൻ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള പോലെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ ഏത് ലെയറുകളാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അവിടെ പഠിക്കണം. ഓവർവ്യൂ ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ, അപ്പം TCP/IP ഉണ്ട്, FTP ഉണ്ട്, ടെൽനെറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ വലിയൊരു സിലബസ് ആയി അല്ലേ. ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് എന്താ എൻഡ് ടു എൻഡ് പ്രോട്ടോകോൾ ഏതാ, ഓക്കെ അല്ലെ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏത് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്, ടെൽനെറ്റിന്റെ ഉപയോഗം എന്തോ. അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്താണ്, ലോജിക്കൽ അഡ്രസ്സിംഗ് എന്താണ്. അതുപോലെ സബ്നെറ്റിംഗ് നമ്മൾ കേട്ടുള്ള കാര്യമാണല്ലോ അല്ലേ. IP അഡ്രസ്സിന്റെ കാര്യമാണ്. ഈ ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. MAC അഡ്രസ്, ഫിസിക്കൽ അഡ്രസ് എന്താണ്, MAC അഡ്രസ് ആണ്. അതുപോലെ തന്നെ അവരുടെ നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിക്കേഷൻസ്. പിന്നെന്താ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നെറ്റ്വർക്ക്സിനെ സ്മോളർ സബ്നെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിനെക്കുറിച്ച് അതിന്റെ കൺസെപ്റ്റുകൾ. പിന്നെ ക്ലാസസ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്നുള്ള നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യം, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഉണ്ട്. നമ്മളൊരു സിലബസ് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് വാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലേ. നെറ്റ്വർക്ക്സോ ഡേറ്റാബേസോ ഒന്നും നമുക്ക് ഒരു ചെറിയൊരു സബ്ജക്റ്റ് ആണെന്ന് ഒരിക്കലും പറഞ്ഞ് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇത് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഇതും നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണമെന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്. ആ മൊഡ്യൂളിനകത്ത് ഇത്രയും കൺസെപ്റ്റ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് വേൾഡ് വൈഡ് വെബ് എന്താണ്, കൺസെപ്റ്റ് ഓഫ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലൊരു നെറ്റ്വർക്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ്. അതുപോലെ വെബ് ബ്രൗസേഴ്സ് നമുക്കറിയാമല്ലോ, ഗൂഗിൾ ക്രോം, അങ്ങനെയുള്ള വെബ് ബ്രൗസേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഇന്റർനെറ്റ് സെർവേഴ്സ് ആൻഡ് സെർച്ച് എൻജിൻസ്. അപ്പൊ ഇന്റർനെറ്റ് സെർവേഴ്സ് എന്തൊക്കെയാണ്, സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ സംതിങ് ഗിവിംഗ് സർവീസസ്, ഓക്കെ. അതുപോലെ വെബ് ബ്രൗസേഴ്സിന്റെ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെർച്ച് എഞ്ചിനുകൾ നമുക്കറിയാലോ, അതായത് ഗൂഗിള്, ബിങ്, യാഹൂ, ഇതൊക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. അതിനെക്കുറിച്ച് പഠിക്കുക. ഇനി പിന്നെ അതുപോലെ ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. DNS ഒരു ഹൈറാർക്കിലായിട്ടുള്ള നെയിമിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം അല്ലേ. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലോട്ട് ആക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ കൺസെപ്റ്റുകൾ, അതായത് ഇലക്ട്രോണിക് മെയിലിന്റെ കൺസെപ്റ്റ് ആണെന്ന് അറിയാലോ. അത് ഇമെയിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ചാറ്റിംഗ് ടൂള്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്. അതായത് വീഡിയോ ചാറ്റിംഗ് ടൂളുകളായിട്ടുള്ള സൂം, മൈക്രോസോഫ്റ്റ് ടീം ഉണ്ട്, സ്കൈപ്പ് ഉണ്ട്, ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നേ അല്ലേ. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, റിയൽ ടൈം വീഡിയോ ആൻഡ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻസ് ആണ് അല്ലേ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലേ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്. അതിനകത്ത് വരുന്നതാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ അല്ലേ, ലിങ്ക്ഡിൻ, ഇൻസ്റ്റ. അപ്പം അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് മനസ്സിലാക്കി വെക്കണം. അടുത്ത ഒരു മൊഡ്യൂളാണ് വെബ് ഡിസൈൻ കൺസെപ്റ്റ്സ്. അതും 10 മാർക്കിന്റെ തന്നെയാണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതായത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആയിട്ടുള്ള വെബ് പേജുകൾ, അതായത് ഫിക്സഡ് കണ്ടന്റ്. ഓക്കെ, ഫിക്സഡ് കണ്ടന്റ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെ.
അങ്ങനെയുള്ള പേജുകളാണ് സ്റ്റാറ്റിക്. അപ്പോൾ ഡൈനാമിക് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡൈനാമിക്കലി കണ്ടൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പേജ്, അങ്ങനെയുള്ള പേജുകളെ കുറിച്ച് പഠിക്കുക. പിന്നെ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ HTML എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതിനുള്ള ടാഗുകൾ, അപ്പം ആ ലാംഗ്വേജ് നമുക്ക് പഠിച്ച് നമുക്കൊരു കൊച്ചു വെബ് പേജുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ, അതിനുള്ള ടാഗുകൾ. അതുപോലെ തന്നെ എന്താ, പലതരം കൺട്രോൾസ് ഉണ്ട് വെബ് പേജുകളിൽ. ഓക്കെ, അതായത് എന്തൊക്കെയാണ് പലതരത്തിലുള്ള കൺട്രോൾസ്, എന്തൊക്കെയാണ് വെബ് കൺട്രോൾസ്, എന്താ ഫോം കൺട്രോളുകളുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ബട്ടണുകൾ, ചെക്ക് ബോക്സുകൾ, ഇതിനൊക്കെ നമ്മൾ റേഡിയോ ബട്ടൺ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഇതിനൊക്കെ നമ്മൾ കൺട്രോൾസ് എന്ന് പറയുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കുക. അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഓഫ് CSS, കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ്. അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ്സ് നമ്മൾ, അതായത് സ്റ്റൈലിംഗ് ലാംഗ്വേജ് ആണ്, അതായത് ഇതിനെ പ്രസന്റേറ്റ് ചെയ്യുക അല്ലെ, കൺട്രോൾ ദ പ്രസന്റേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് HTML ഡോക്യുമെന്റ്സ്. HTML ഡോക്യുമെന്റ്സിനെ ലേ ഔട്ടോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണത്. അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ, അതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് CSS HTML നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കൂടാതെ പിന്നെ ഇതിനകത്തുള്ള പോർഷൻ എന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് CMSനെ കുറിച്ചാണ്, അതായത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ അതിനകത്തുള്ളതാണ് ജൂംലയും, അതുപോലെ തന്നെ വേർഡ് പ്രസ്സും, അങ്ങനെയൊക്കെയുള്ളുണ്ട്. അതായത് യൂസറിന്, അത് ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, യൂസറിന് എന്താ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും വെബ് കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യാനും ഒക്കെ എന്താ എക്സ്റ്റെൻസീവ് കോഡിംഗ് നോളജ് ഇല്ലാതെ നമുക്ക് ഇതൊക്കെ എന്താ ഒരു വെബ് പേജിനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെബ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനോ അതിനെ പബ്ലിഷ് ചെയ്യാനോ ഒക്കെ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരെ അവരെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ വെബ് ഓതറൈസിങ് ടൂളുകളുണ്ട്. അതിനാണ് ആ വെബ് ഓതറൈസിങ് ടൂളുകളാണ് കോമ്പോസറും ഫ്രണ്ട് പേജും അവരൊക്കെ ഡ്രീം വ്യൂവേഴ്സ് ഉണ്ട്. അവരൊക്കെ നമുക്ക് എന്താ ചെയ്തു തരുന്നത് വെച്ചാൽ എന്താ വിഷ്വൽ ഇന്റർഫേസ് തരുക ചെയ്യുന്നത് അല്ലേ, നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല ഒരു വിഷ്വൽ ഇന്റർഫേസ് ആണ് ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു മാനുവൽ കോഡിംഗ് ഒന്നുമില്ല, നല്ല ഒരു വിഷ്വൽ ഇന്റർഫേസ് തരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ഗുഡ് വെബ് പേജ് ഡിസൈൻ ടെക്നിക്ക്, എങ്ങനെയാണ് നമുക്ക് നല്ല ഒരു വെബ് പേജ് എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് എന്താ ഒരു നല്ലൊരു ലേ ഔട്ട്, അതുപോലെ നാവിഗേഷൻ, അതുപോലെ ആക്സസിബിൾ, നല്ലതായിട്ടൊരു ആക്സസിബിൾ ആയിരിക്കണം ഒരു വെബ് പേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു വിഷ്വൽ ക്രിയേറ്റ് ആയിരിക്കണം ഒരു വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീനിന്റെ സൈസ്, അതുപോലെ അതിന്റെ കണ്ടന്റ്, അങ്ങനെയുള്ള അതിന്റെ കളർ ചൂസിങ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇമേജസിന്റെ സെലക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ടെക്നിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വെബ് ഡിസൈൻ കൺസെപ്റ്റ് എന്നുള്ള ഒരു മൊഡ്യൂളിനകത്തുള്ളത്. അടുത്ത മൊഡ്യൂളാണ് ജാവാസ്ക്രിപ്റ്റും ക്രിയേറ്റിംഗ് വെബ് പേജുകളും. അപ്പം നമ്മൾ തൊട്ട് മുന്നേ HTML വെച്ച് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റും അതിൻ്റെ വെബ് പേജ് ക്രിയേഷനും. അപ്പോൾ അതും 10 മാർക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, അതായത് അറിയാലോ നമുക്ക് എങ്ങനെയാണ് ഡൈനാമിക്കലി വേരിയസ് ആയിട്ടുള്ള കണ്ടന്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കമ്പൈൽഡ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെയാണ് ഇന്റർപ്രറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ ടു ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമുക്ക് ഒരു ഇന്ററാക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈനാമിക് ബിഹേവിയർ, വെബ് പേജിൻ്റെ ഒരു ഡൈനാമിക് ബിഹേവിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ റോളാണ് ജാവാസ്ക്രിപ്റ്റിന് HTML മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളത് അല്ലെ, ഇവന്റ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ളത്, വാലിഡേറ്റിംഗ് യൂസർ ഇൻപുട്സ് ഓൺ വെബ് പേജ്, ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വെബ് സെർവറും അവരുടെ ഫീച്ചേഴ്സും. അപ്പോൾ വെബ് സെർവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ HTTP അല്ലേ എങ്ങനെയാണ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെ റെസ്പോൺസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നോക്കുന്നത്. പിന്നെ ജാവ സ്ക്രിപ്റ്റിൻ്റെ ബേസിസ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ്, വേരിയബിൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, പ്രസിഡൻസ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്സ്, ഇങ്ങനെ അറേസ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കൺസെപ്റ്റ്സ്, ടൈപ്സ് ആൻഡ് യൂസേജ്, സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ, സ്ട്രിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനകത്ത് എങ്ങനെയാണ് അതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്, ഓക്കെ അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ടൈപ്പ് കൺവേർഷൻ, പല ഡേറ്റ ടൈപ്പുകൾ തമ്മിലുള്ള ടൈപ്പ് കൺവേർഷൻ,
ഇനി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ പ്ലസും മൈനസും ഡിവിഷനും ഒക്കെ ഉണ്ട്, അതിന്റെ പ്രസിഡൻസ് എങ്ങനെയാണ് അല്ലെ. പിന്നെ കമ്പാരിസൺ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ഈ ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. പിന്നെ ലോജിക്കൽ അറിയാം, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ നോട്ട്, ലോജിക്കൽ ഓർ, ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കണം. പിന്നെ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, ഇഫ് അല്ലേ, ഇഫ് എൽസ്, സ്വിച്ച് അല്ലേ, അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അത് കണക്ക് തന്നെ ഫോർ, വൈൽ, ഡു വൈൽ, ഈ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നോക്കണം. പിന്നെ ജാവാസ്ക്രിപ്റ്റിനകത്തുള്ള അറേസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, മാനിപ്പുലേറ്റിംഗ് അല്ലെ, സ്റ്റോർ ചെയ്യാനും കളക്ഷൻ ഓഫ് ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമാണല്ലോ അറേ യൂസ് ചെയ്യുന്നത്. അപ്പം അറേയുടെ ടൈപ്പുകൾ, ന്യൂമറിക് അറേ ഉണ്ട്, അസോസിയേറ്റീവ് അറേ ഉണ്ട്, അങ്ങനെ. പിന്നെ അതിനകത്തുള്ള മെത്തേഡുകൾ ഉണ്ടല്ലോ, പുഷ്, പോപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് ഉണ്ട് അല്ലേ ജാവാസ്ക്രിപ്റ്റിനകത്ത്. അപ്പം അത് എങ്ങനെയാണ് ടെക്സ്ച്വൽ ആയിട്ടുള്ള ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രിംഗ് മെത്തേഡ്സ് ഫോർ മാനിപ്പുലേറ്റിംഗ് ആൻഡ് എക്സ്ട്രാക്ടിങ് സബ്സ്ട്രിങ്സ്, കൺവേർട്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക, വിത്തിൻ ദ സ്ട്രിങ്ങിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ സ്ട്രിങ്ങിൻ്റെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രിങ്ങിൻ്റെ അതുകൊണ്ട് മാത്ത് ആൻഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് സച്ച് ആസ് സ്ട്രിങ്, ഇതൊക്കെ ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒബ്ജക്ട്സ് ആണ്. സ്ട്രിങ്, മാത്ത്, ഡേറ്റ് ഫോർ വേരിയസ് ഓപ്പറേഷൻസ് ഉണ്ട്. സ്ട്രിങ്ങിനകത്ത് പല ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന്, ഡേറ്റുകളുടെ വർക്കിങ്ങിന്, ടൈം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പം നമുക്കറിയാലോ റീയൂസബിൾ ബ്ലോക്സ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലെ എന്താ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആൻഡ് പോപ്പ് ബോക്സുകളെ കുറിച്ച്, അതായത് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസുകളുണ്ട് ജാവാസ്ക്രിപ്റ്റിനകത്ത്, അലേർട്ട് അല്ലെ, പ്രോംപ്റ്റ്, കൺഫേം, അങ്ങനെയൊക്കെയുള്ള പല ബിൽറ്റ് ഇൻ ഫങ്ഷൻസുകളുണ്ട്, അവരെ കുറിച്ച്. അതുപോലെ തന്നെ പോപ്പ് ബോക്സുകൾ നമുക്കറിയാലോ എന്താ, ഡിസ്പ്ലേ മെസ്സേജുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിസീവ് ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ ആക്ഷൻസ് കൺഫേം ചെയ്യാനായിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിനകത്ത് നടക്കുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. അതൊരു ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഒരു പ്ലാറ്റ്ഫോം ആണല്ലേ, ലാംഗ്വേജ്, ഒരു ന്യൂട്രൽ ഇന്റർഫേസ് ഉള്ള സ്ക്രിപ്റ്റ്സ് ടു ഡൈനാമിക്കലി ആക്സസ് ആൻഡ് അപ്ഡേറ്റ് കണ്ടന്റ്സ് അല്ലേ. ഡൈനാമിക്കലായിട്ട് കണ്ടന്റുകളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഒരു ന്യൂട്രൽ ഇന്റർഫേസ് ആണത്. ഓക്കെ, അതിനെക്കുറിച്ച് നല്ല കാര്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഹൈറാർക്കിയൽ സ്ട്രക്ചർ, ഹൗ ടു മാനിപ്പുലേറ്റ് HTML എലമെന്റ്സ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, എങ്ങനെ നമുക്ക് ഇതിനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് HTML എലമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് വെബ് പേജ് എന്നുള്ള ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത്. അടുത്ത മൊഡ്യൂളാണ് ഇ കൊമേഴ്സ്. അതും 10 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ കൊമേഴ്സിനകത്തുള്ള ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അത് നമുക്കറിയാലോ അല്ലേ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ് ഓവർ ഇന്റർനെറ്റ് ഈസ് കോൾഡ് ഇ കൊമേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഗ്ലോബൽ റീച്ച് ഉണ്ട്, അതായത് നമുക്ക് ഇവിടെ ഇരുന്ന് ദൂരമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ്. ഓക്കെ, കൺവീനിയൻസ് ഉണ്ട് കസ്റ്റമേഴ്സിന്, ഓക്കെ, ആക്സസ് ലാർജ് കസ്റ്റമർ ബേസ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ബിൽഡിംഗ് ബിസിനസ് ഓൺ നെറ്റ്, എങ്ങനെയാണ് അതായത് എസ്റ്റാബ്ലിഷ് ആൻഡ് ഗ്രോയിങ് ഇ കൊമേഴ്സ് ബിസിനസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, അതിനകത്ത് എങ്ങനെയാണ് പ്രോഡക്ട്സിനെയും സർവീസിനെയും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ പേയ്മെന്റ് ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് വഴി നമുക്ക് അതായത് നമുക്ക് പല പേയ്മെന്റ് ഗേറ്റ് വേസ് വഴിയാണല്ലോ നമ്മളിപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, മെർച്ചന്റ് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ പേയ്മെന്റ് പ്രോസസ്സിംഗ് ഫെസിലിറ്റേറ്റിംഗ് സെക്യൂർ ട്രാൻസാക്ഷൻസ്, അറിയാലോ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെന്താ പറയുന്നത്, ഓതറൈസേഷൻ, ചാർജ് ബാക്ക് ആൻഡ് അതർ പേയ്മെന്റ് മെത്തേഡ്സ്. ഓക്കെ, അങ്ങനെയുള്ള പല പേയ്മെന്റ്സ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഓതറൈസേഷൻ, കസ്റ്റമറിന്റെ പേയ്മെന്റ് മെത്തേഡുകളെ വെരിഫൈ ചെയ്യുക അല്ലേ, ഫണ്ടിന്റെ അവൈലബിലിറ്റി വെരിഫൈ ചെയ്യുക, അതിന് വാലിഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു കസ്റ്റമർ റീഫണ്ട് ഒക്കെ നടത്തുവാണെങ്കിൽ റീഫണ്ട് പേയ്മെന്റ്, അതാണ് ചാർജ് ബാക്ക് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. റീഫണ്ട് പേയ്മെന്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെന്താ, വേരിയസ് മെത്തേഡ്സിലായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഡിജിറ്റൽ വാലറ്റ്, ബാങ്ക് ട്രാൻസ്ഫേഴ്സ്, ഓൾട്ടർനേറ്റീവ് പേയ്മെന്റ്സ് ആയിട്ടുള്ള ആപ്പിൾ പേ, ഗൂഗിൾ പേ, ഓക്കെ, പേപാൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ്, ഈ പേയ്മെന്റ് ഗേറ്റ് വേയിൽ ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതായത് എന്തൊക്കെ സെക്യൂരിറ്റി ചലഞ്ചേഴ്സ് ആണ് ഉണ്ടാകുന്നത്, അതായത് ഫ്രോഡ് ഉണ്ട്, ഐഡന്റിറ്റി തെഫ്റ്റ് ഉണ്ട്, അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ട്, മനസ്സിലായോ. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതായത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻക്രിപ്ഷൻ അല്ലേ, അത് ടോക്കണൈസേഷൻ,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള നല്ല എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു എന്താ വേണ്ടുന്നത് ഒരു ഗേറ്റ് വേ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടുന്നത്, അല്ലെ കസ്റ്റമറും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ നല്ലൊരു ഗേറ്റ് വേ പ്ലാറ്റ്ഫോം തരിക. ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്ത് പറയുന്നത്. ലാസ്റ്റ് മൊഡ്യൂളാണ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെ ഓവർവ്യൂ ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അതായത് എന്താ, സെൻസിറ്റീവ് ഡേറ്റായ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് വരാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ CIA, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. CIA എന്നുള്ള അറിയാലോ, കോൺഫിഡൻഷ്യൽ ഇൻറ്റഗ്രിറ്റി അവൈലബിലിറ്റി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. പിന്നെ SSL, HTTP, അതായത് എന്താ സെക്യൂർ സോക്കറ്റ് ലെയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റീസ് മനസ്സിലാക്കി വെക്കുക. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂരിറ്റിയെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെക്യൂരിറ്റി ത്രെഡുകൾ, ഓക്കെ, അത് ഇതിനകത്ത് പറയുന്നുള്ള സെക്യൂരിറ്റി ത്രെഡുകൾ മനസ്സിലാക്കി വെക്കുക. അതായത് എന്താ മാൽവെയർ, എന്താ വൈറസുകൾ, വോമുകൾ, ട്രോജനുകൾ, അല്ലെങ്കിൽ ഫിഷിംഗ് അറ്റാക്കുകൾ, അപ്പം അല്ലെങ്കിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സുകൾ, അല്ലെ ഓക്കെ, അതായത് ഇൻസൈഡർ ത്രെഡുകളുണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. അതാണ് ഈ സെക്യൂരിറ്റി ത്രെഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അറ്റാക്സ് ഒന്നും നമുക്ക് വരാതിരിക്കുക. അതുപോലെ സെക്യൂരിറ്റി ത്രെഡ്സിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ ഫിനാൻഷ്യൽ ലോസുകളൊക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഡേറ്റ ബ്രഞ്ചസ് ഉണ്ടാവാം, അല്ലേ, അത് കറക്റ്റായിട്ട് നമുക്ക് അതില്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസുകൾ ഉണ്ടാക്കാം, അല്ലെ റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെന്താ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, വൾനറബിലിറ്റി, റിസ്ക് മാനേജ്മെന്റ്, ആ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. റിസ്ക് മാനേജ്, അതായത് എന്താ വീക്ക്നെസ്, എന്താ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഐഡന്റിഫൈയിങ് അല്ലെങ്കിൽ ആക്സസിങ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസിങ്, ഒക്കെ ആ ഒരു റിസ്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ ട്രീറ്റ്മെന്റ് നടത്തുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡയറക്ടറി സർവീസസുകൾ, ഓക്കെ, അതെന്താ പറയുന്നത്, എന്താ സെൻട്രലൈസ്ഡ് ഒരു ഡേറ്റാബേസിനെ കുറിച്ചാണ് ഈ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ അബൌട്ട് നെറ്റ്വർക്ക് റിസോഴ്സുകൾ, യൂസർ, ഗ്രൂപ്പ്, ഡിവൈസ്, ഇതിനെയൊക്കെ കുറിച്ച് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാബേസിനെ കുറിച്ചാണ് ഈ ഡയറക്ടറി സർവീസുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ. അതിനകത്ത് വരുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾസ്, അതായത് LDAP. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. പിന്നെ ആക്സസ് കൺട്രോൾസ് ആൻഡ് സെക്യൂരിറ്റീസ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആക്സസ് കൺട്രോൾ മോഡൽസ്, അതിനകത്ത് വരുന്നതാണ് ഡിസ്ക്രിറ്ററി ആക്സസ് കൺട്രോൾ മോഡൽസ്, അങ്ങനെ DAC എന്ന് പറഞ്ഞ മോഡൽ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ, അത് അല്ലേ എല്ലാവർക്കും എന്താ ഉണ്ടാവേണ്ടത്, പ്രൈവസി ഉണ്ടായിരിക്കണം, അല്ലെ പേഴ്സണൽ ഇൻഫർമേഷൻ അൺഓതറൈസ്ഡ് ആക്സസിൽ പോവാതെ പ്രൈവസി പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ലോസ് ഉണ്ട്. ഓക്കെ, ലോസ് ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവരൊക്കെയാണ് ഈ ലോസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ലോസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓഡിറ്റ്, സെക്യൂരിറ്റി. ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റെക്കോർഡ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ യൂസറിൻ്റെ ആക്ഷന്, അതിനെയൊക്കെ മോണിറ്റർ ചെയ്ത് വെക്കുക. പിന്നെ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി ആക്ഷൻസുകൾ നമ്മൾ എടുക്കുക. പിന്നെ ലാസ്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു IT ആക്ട് ആൻഡ് പെനാൽറ്റീസ് ഫോർ സൈബർ ക്രൈം. നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ IT ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സൈബർ ക്രൈമിനുള്ള പെനാൽറ്റീസ്, അത് വളരെ വലിയ കാര്യമാണ്, അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ IT ആക്ടിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കുക. ഒരുപാട് റൂളുകളുണ്ട്, അല്ലേ, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, അതൊക്കെ നല്ലതായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സൈബർ ക്രൈമുകൾ, ഓക്കെ, അതിനെക്കുറിച്ച് എന്തൊക്കെ സൈബർ ക്രൈമുകളാണുള്ളത്, ഹാക്കിങ്, ഡേറ്റ തെഫ്റ്റ് ഒക്കെ സൈബർ ക്രൈമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ഒരു സിലബസ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം എന്താ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു സിലബസ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എക്സാം തന്നെയാണിത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട്, ഞാൻ പറഞ്ഞല്ലോ മെയ് 13-നാണ് എക്സാം. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഏകദേശം ഒരു 10-70 ദിവസത്തോളം ഉണ്ട്. അപ്പം നമ്മളൊരു വളരെ നല്ല രീതിയിൽ നമ്മളിതിനെ നോക്കുവാണെങ്കിൽ
നമുക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സിലബസ് ചെറുതാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ പഠിക്കാനുണ്ട്. അപ്പോൾ സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കണം. നമ്മളുടെ ലേണിനോയുടെ നല്ല ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ലൈവ് സെക്ഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അല്ലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ലേണിനോയിലുണ്ട്. നമ്മുടെ ലേണിനോയിൽ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ജോലി നിങ്ങൾ നേടിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു ഓൾ.